ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. മീനമാസ ഫലമാണ്. ഓരോ കൂറുകാർക്കും എങ്ങനെയുണ്ട് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാര്. മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാലം. ഇവർക്ക് ശനി 12-ലും വ്യാഴം 3-ലുമായിട്ടാണ് നിൽക്കുന്നത്. 3-ലെ വ്യാഴം അത്ര നല്ലതല്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ ജൂൺ 1-ാം തീയതി വ്യാഴം മാറും. 4-ലേക്ക് മാറുമ്പോൾ കുറച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട്. 12-ലെ ശനി 7-ര ശനിയാണ്. 7-ര ശനി കാലമാണ്. അപ്പോൾ ശനി ദേവന് പൂജയോ അതുപോലെ നീരാഞ്ജനം, എള്ളുതിരി എല്ലാം കഴിച്ച് ദോഷനിവൃത്തി വരുത്തണം. രണ്ടാമതായിട്ട് ഇടവക്കൂറുകാര്. ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, അര. ഈ നക്ഷത്രക്കാർക്ക് 2-ൽ വ്യാഴം, 11-ൽ ശനി. ശനിയെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും വളരെ നല്ല സമയമാണ് 2026. ഇവർക്ക് ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാകാനും തൊഴിലിലും അതുപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ജോലി, ഇതിനെല്ലാം തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറി ഇതിനെല്ലാം സാധ്യമാകും. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകീരം, അര, തിരുവാതിര, പുണർദത്തിൽ മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് ജന്മവ്യാഴം, അതുപോലെ തന്നെ 11-ല് ശനി. ഇത് രണ്ടും കുഴപ്പമില്ലാതെ അവരുടെയും ആഗ്രഹത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളും അതുപോലെ ഉയർച്ചയും ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ഉയർച്ച, അതുപോലെ ആയുരാരോഗ്യം, ഇതെല്ലാം ഉള്ള സമയമാണ്. കർക്കിടകൂറിലെ നക്ഷത്രങ്ങൾ പുണർദത്തിൻ കാല്, പൂയം, ആയില്യം. ഇവർക്ക് 12-ൽ വ്യാഴമാണ്. അതത്ര നല്ല സമയമല്ല. അപ്പോൾ വ്യാഴപ്രീതിക്കായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് ദോഷനിവൃത്തി വരുത്തണം. 9-ൽ ശനി. ശനിയെ കൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത നക്ഷത്രക്കാരാണ്. ഇത് പൂയം നക്ഷത്രത്തിന് തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വരാതെ ദോഷനിവൃത്തി വരുത്തണം. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ കാല്. ചിങ്ങക്കൂറുകാർക്ക് 11-ൽ വ്യാഴവും അതുപോലെ അഷ്ടമശനിയാണ്. ഈ അഷ്ടമശനി നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും അതുപോലെ തൊഴിൽ തടസ്സങ്ങൾക്കും ഒക്കെ കാരണമാകാം. അത് നമ്മുടെ ഗ്രഹനിലയും കൂടെ കൂട്ടി, ഇത് പൊതുവെ പറയുന്ന ഫലങ്ങളാണ്. ഗ്രഹനില പരിശോധിച്ച് വേണ്ട രീതിയിൽ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടതാണ്. കന്നിക്കൂറുകാര് ഉത്രം കാല്, അത്തം, ചിത്തിര, ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര. അവര് വലിയ കുഴപ്പമില്ലാതെ 7-ലെ കണ്ടകശനി ആണെങ്കിൽ പോലും വ്യാഴം അനുകൂലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന സമയമാണ്. തൊഴിൽ മേഖലകളിൽ നിന്ന് ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള ഒരു അവസരമാണ്. ഇത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തുലാക്കൂറിലെ നക്ഷത്രമായ ചിത്തിര, അര, ചോതി, വിശാഖത്തിൻ മുക്കാല്. അവർക്ക് വ്യാഴം 9-ലും അതുപോലെ തന്നെ ശനി 6-ലുമാണ്.
ഇത് അവർക്കും വളരെ ദോഷമില്ലാത്തൊരു സമയമാണ്. തൊഴിൽ മേഖലകളിലും അതുപോലെ തന്നെ വിവാഹം നടക്കാൻ എല്ലാം സാധ്യതയുള്ള സമയമാണ്. ഇതും കഠിനാധ്വാനത്തിലൂടെ മാത്രമേ തൊഴിൽ നേടാനൊക്കെ സാധിക്കുകയുള്ളൂ. കഠിനാധ്വാനം ചെയ്യുക. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് 5-ൽ ശനിയും അതുപോലെ തന്നെ അഷ്ടമ വ്യാഴവുമാണ്. അഷ്ടമ വ്യാഴം അത്ര നല്ലതല്ല. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോവുക. ധനുക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, 7-ലെ വ്യാഴം, അതുപോലെ തന്നെ 4-ലെ ശനി. വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ശനിദേവനും വഴിപാട് കഴിക്കുക. മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, അവിട്ടം, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാര് ഇവർക്ക് 3-ൽ ശനിയും 6-ലെ വ്യാഴമാണ്. അപ്പോൾ വ്യാഴദോഷമുള്ള സമയമാണ്. അപ്പോൾ മഹാവിഷ്ണുവിന് പ്രത്യേകം വഴിപാട് കഴിക്കുക. ഗുരുവായൂരപ്പനെ നല്ലപോലെ പ്രാർത്ഥിക്കുക. കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടത്തരയും ചതയവും ഉരുട്ടാതി മുക്കാലുമാണ്. ഇവര് 2-ൽ ശനി 5-ൽ വ്യാഴം. ഇവർക്കും വലിയ ദോഷമില്ലാത്തൊരു സമയമാണ്. നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. 7-ര ശനിക്കാലവും കണ്ടകശനിക്കാലവും വരുന്ന നക്ഷത്രക്കാര് പ്രത്യേകം ശനിദേവന് പൂജകൾ നടത്തുക. എള്ളുതിരി കത്തിക്കുക. എല്ലാം കഴിച്ച് ദോഷനിവൃത്തി വരുത്തുക. വ്യാഴത്തെക്കൊണ്ടും ശനിയെക്കൊണ്ടും മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടും ഗ്രഹങ്ങളും ദോഷസ്ഥാനത്താണോ എന്ന് നോക്കി ഗ്രഹനില പരിശോധിച്ച് വേണ്ടതായ ഉപദേശങ്ങൾ നേടി വഴിപാടുകൾ നടത്തി ദോഷനിവൃത്തി വരുത്തേണ്ടതാണ്. മീനക്കൂറിലെ നക്ഷത്രങ്ങൾ ഉരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. അവർക്ക് ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമാണ്. 2026 വളരെ മേന്മ നൽകുന്ന നക്ഷത്രക്കാരാണ്. എങ്കിലും അവർക്കും 7-ര ശനിയുടെ ഒരു കാലം കൂടിയാണ്. അതിനനുസരിച്ച് വഴിപാടുകൾ നടത്തി ദോഷനിവൃത്തി വരുത്തണം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഏകദേശം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ് മീനമാസം. അതനുസരിച്ച് എല്ലാവരും നാമജപത്തിലൂടെയും അതുപോലെ വഴിപാടുകളും പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും ചെയ്ത് ദോഷനിവൃത്തി വരുത്തിക്കൊള്ളണം. നമസ്കാരം.